സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്വാതിയോട് സേതു പറഞ്ഞു, അതെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല കോളേജിലേക്ക്. കാരണം പല്ലവി എന്റെ പെണ്ണാണ്. അവൾക്ക് എന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ സേതു ആ സെക്കൻഡിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് ഇന്ദ്രനാണ് കോളേജിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ദ്രൻ ബാക്കി ടീച്ചേഴ്സിന്റെ ഒക്കെ അടുത്ത് സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. അവരൊക്കെ പേടിച്ച് പറിച്ചിരിക്കുക. അവർക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും ഭയമായിരുന്നു. കാരണം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻ എന്തേലും ചെയ്താലോ ഉപദ്രവിച്ചാലോ എന്നൊരു ചിന്ത. ഇന്ദ്രൻ പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്ദ്രനാണ്ട് ഈ ലോകത്തെ അല്ലായിരുന്നു. ഇന്ദ്രൻ അവർക്ക് ക്ലാസ് എടുത്ത് ഇങ്ങനെ തകർത്ത് വാരി നിൽക്കുകയാണ്. ബാക്കി പ്രിൻസിപ്പളും കുറെ കുട്ടികളും എല്ലാം പുറത്ത് നിൽക്കുകയാണ്, അക്ഷമരായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു. പല്ലവി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രിൻസിപ്പൾ എന്നിട്ട് പറഞ്ഞു, പല്ലവി എന്റെ ഭാഗത്താ തെറ്റ്, എനിക്ക് തെറ്റി പറ്റിപ്പോയി. അവന് മനോരോഗമാണെന്ന് പല്ലവി പറഞ്ഞിട്ട് ഞാനത് അവഗണിച്ചു. അതിനുള്ള ശിക്ഷ എനിക്കിപ്പോൾ കിട്ടി. അവൻ എന്റെ കാരണം വരെ അടിച്ചു പൊട്ടിച്ചു. പല്ലവി എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ പറയാണ്. കണ്ടില്ലേ ബാക്കി ടീച്ചേഴ്സൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടോന്ന് ചോദിക്കുകയാണ്. പല്ലവി പറഞ്ഞ് സാറ് വിഷമിക്കണ്ടെന്ന് പറയാണ്. പിന്നീട് പല്ലവി ആ സ്റ്റാഫ് റൂമിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക. ആ സമയത്ത് ഇന്ദ്രൻ അത് കണ്ടു. ഇന്ദ്രൻ ഒരു നിമിഷം അങ്ങോട്ട് തിരിഞ്ഞു. പല്ലവിയെ കണ്ടതും ഇന്ദ്രന്റെ കണ്ണുകളൊക്കെ ഒന്ന് പ്രകാശിച്ചു. ആഹാ പല്ലി വന്നോ, ഞാൻ പല്ലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇരിക്കുവായിരുന്നു പറയണം. എന്താ അവിടെ നിൽക്കണേ, ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ പറയണം. പല്ലവി ഒന്നും മിണ്ടിയില്ല. പല്ലവി ഇങ്ങനെ ചുറ്റൊന്ന് പതറി നോക്കി. എന്താ പല്ലവി ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വാ, നമുക്ക് ഈ ക്യാമ്പസിൽ കൂടെ കൈ കോർത്ത് നടക്കാം. നീ എന്റേതല്ലേ, അതുപോലെ തന്നെ ഞാൻ നിന്റേതും. പിന്നെ എന്താ കുഴപ്പമിരിക്കണേ, നമ്മൾ രണ്ടും ഒന്നല്ലേ. നമ്മൾ അധികം വൈകാതെ കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് അങ്ങോട്ട് ജീവിക്കില്ലേന്ന് ചോദിക്കുക. പല്ലവിയുടെ മുഖത്തെ ആ ഒരു ടെൻഷനും വെപ്രാളും ഒക്കെ ഇന്ദ്രൻ ശ്രദ്ധിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ പല്ലവി നീ എന്താ ഇങ്ങനെ നിൽക്കണം, ഇങ്ങോട്ട് വരാൻ പറയണം. പല്ലവി ആണെങ്കില നിന്നോട് അല്ലേടി ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞ് ഒറ്റ ഒരു പേടിപ്പേരായിരുന്നു. പെട്ടെന്ന് അവിടെയുള്ള സ്റ്റാഫ് റൂമിൽ ഇരുന്ന ബാക്കി ടീച്ചേഴ്സ് വരെ പേടിച്ചു. പക്ഷെ പല്ലവി ഇങ്ങനെ അവിടെ നിന്നോളൂ. എടി വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ഇന്ദ്രൻ നേരെ പല്ലവിയുടെ അടുത്തേക്ക് വരണം. പല്ലവിയുടെ കയ്യെ കടന്നു പിടിച്ചു. എടാ വിടാനാ പറഞ്ഞെന്ന് പറയാം. വിടാനോ, നിന്നെയാ ഞാൻ വിടാനോ എന്നും പറഞ്ഞ് ഇന്ദ്രൻ തന്നിലേക്ക് അടുപ്പിക്കുവാണ് പല്ലവീനെ. എടാ വിടാനും പറഞ്ഞിട്ട് പല്ലവി കുതിരി മാറുക. പക്ഷെ ഇന്ദ്രൻ വിട്ടില്ല. അങ്ങനെ പല്ലവി എന്ത് ചെയ്യണം, ഇന്ദ്രന്റെ കയ്യെ പിടിച്ച് വലിച്ച് അങ്ങനെ ഒരു വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങണം. പക്ഷെ ഇന്ദ്രൻ പിടിവിട്ടില്ല. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചേഴ്സും ബാക്കി കുട്ടികളും പ്രിൻസിപ്പളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സേതുവിന്റെ വരവ്. സേതു അങ്ങനെ താഴെ വന്ന് കാറൊക്കെ ഇട്ടിട്ട് മുകളിലേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങനെ കയറി വന്ന് കൈ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, സ്റ്റിക്ക് കുത്തി വെച്ചല്ലേ വന്നേ. അങ്ങനെ സ്റ്റിക്ക് എടുത്ത് കയ്യിലേക്ക് ഇട്ട് കറക്കി ഇങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഇന്ദ്രൻ അത് കണ്ടു. ഇന്ദ്രന് അപകടം എടുത്തു. ഇന്ദ്രൻ ഒരു നിമിഷം സേതുവിനെ നോക്കി. കാരണം ഇവനല്ലേ തളർന്നു കിടക്കാന്ന് പറഞ്ഞേ. പെട്ടെന്ന് ഇവനിങ്ങനെ ഉയർത്തെഴുന്നേറ്റോ ഒന്നും അവിടെ മനസ്സിലായില്ല. താൻ കാണുന്ന സ്വപ്നമാണോ മിഥ്യയാണോ എന്ന് പോലും ഇന്ദ്രന് സംശയം ഉണ്ടായി. ഇന്ദ്രൻ പെട്ടെന്ന് അപകടം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന്റെ പല്ലവിയുടെ കഴുത്തേൽ അങ്ങോട്ട് കയറി പിടിച്ചു. ദേ സേതു നീ ഇങ്ങോട്ട് അരിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ താഴേക്ക് തള്ളിയിടും, ഞാനും ചാടൂന്ന് പറയണം. സേതു പറഞ്ഞു, എന്താടാ നീ എന്താ ചെയ്യാൻ പോന്നേ, അവളെ ഒന്നും നീ ചെയ്യത്തില്ല. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ, ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്ന് വിചാരിച്ചോ? ഞാൻ അവിടെ തളർന്നു കിടക്കുമെന്ന് വിചാരിച്ചോ? അതുകൊണ്ടായിരിക്കുമില്ലേ എന്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ നീ വൃത്തിയുടെ നാടകങ്ങളെ കളിച്ചല്ലേന്ന് ചോദിക്കണം. അടുത്ത് വരില്ലെന്നാ പറഞ്ഞേ. പക്ഷെ അതൊന്നും സേതു കേട്ടില്ല. ആ സ്റ്റിക്ക് വെച്ച് അവന്റെ മൂക്കിൽ നോക്കി ഒറ്റ ഒരെണ്ണം ഇട്ടു കൊടുക്കണം. പെട്ടെന്ന് അവന്റെ പിടി അയഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ പല്ലവിയെ തന്റെ ദേഹത്തേക്ക് വലിച്ചെടുപ്പിച്ചു സേതു. അപ്പോഴേക്കും ബാക്കി ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇന്ദ്രനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തി. ഇന്ദ്രന്റെ കയ്യിലും കൂടെ ബലമായിട്ട് പിടിച്ചു. ഇന്ദ്രനെ അനങ്ങാൻ പോലും പറ്റില്ല. ഇന്ദ്രനെ ലോക്കാക്കി. പിന്നീട് സേതു പറഞ്ഞു, നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ, എന്റെ പെണ്ണിന്റെ ആപത്ത് വരുന്നിട്ടാണ് ഞാൻ വരത്തില്ലെന്നോ? എടാ നമ്മൾ തമ്മിലുള്ള കണക്ക് അത് തീർക്കാനുള്ള ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരൂടാ. എത്ര തളർന്നു കിടക്കുവാണെങ്കിലും എന്റെ പെണ്ണിന്റെ ഒരു ആപത്ത് വന്നാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം. ഇന്ദ്രൻ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയെ. കാരണം ഇന്ദ്രൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല സേതു ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്ന്. അപ്പോഴേക്കും പ്രിൻസിപ്പൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവനെ പോലീസിൽ ഏൽപ്പിക്കണമെന്ന് പറയാം. സേതു പറഞ്ഞു, അതിനുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വന്നോളൂ എന്ന് പറയണേ. ആ സമയം തൊപ്പി പോയ ട്രാഫിക് പോലീസാനും ബാക്കി പോലീസും അങ്ങോട്ട് എത്തുവാണ്. അങ്ങനെ അവരങ്ങോട്ട് കയറി വന്ന് ഇന്ദ്രനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവാണ്. വാടാ എവിടെയെന്നും പറഞ്ഞുകൊണ്ട് തൊപ്പി ആ ട്രാഫിക് പോലീസുകാരൻ തന്നെ കൊടുത്തു. അങ്ങനെ പോകുന്ന വഴിക്ക് ഇന്ദ്രൻ ഇങ്ങനെ രൂക്ഷമായിട്ട് പല്ലവിയെ സേതുവിനെ നോക്കുവാണ്. നിന്നെയൊക്കെ പിടിച്ചോളാടാ എന്നൊരു മട്ടില്. അങ്ങനെ അവരങ്ങോട്ട് പോയി. ആ സമയത്ത് പ്രിൻസിപ്പൾ പല്ലവിയുടെ സേതുവിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. സോറി കേട്ടോ പല്ലവി, ക്ഷമിക്കണം, ഞാൻ അന്നങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അവൻ നല്ലവനാന്ന് ഓർത്തിട്ടാ ജോലി കൊടുത്തേ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. പക്ഷെ ഇനി അങ്ങനെ അത് ആവർത്തിക്കില്ല എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം സേതു ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിൽ സാറിന് പിന്നെ ജോലി തിരികെ കൊടുത്ത പോലെ പല്ലവിക്കെന്ന് വെക്കാം. അതെ, ജോലി തിരികെ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പല്ലവിക്ക് സമ്മതമാണെങ്കിൽ പല്ലവി ആ ജോലിക്ക് തിരികെ വരണം. വിത്ത് പ്രൊമോഷനോട് കൂടിയിട്ട് ഇനി പല്ലവി പെർമനന്റ് ആയിട്ടായിരിക്കും ഇവിടെ ജോലി ചെയ്യണേന്ന് പറയണം.
അത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് സന്തോഷം. പല്ലവി പറഞ്ഞു, അതെ, ജോലി എന്റെ പാഷനല്ലേ, ഈ കോളേജിൽ ലെക്ചറാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇനിയിപ്പൊ പെർമനന്റ് ആയിട്ട് ഇവിടുത്തെ ഒരു സ്റ്റാഫായി മാറുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് പറയണം. ഞാൻ വരാം സാറ്, ജോയിൻ ചെയ്തോളാന്നൊക്കെ പറയണം. പിന്നീട് അവരങ്ങനെ ആ സന്തോഷം വന്ന് ശോഭയുടെ അടുത്ത് വന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. കേക്ക് കട്ട് ചെയ്ത് ശോഭയ്ക്ക് കൊടുത്ത് സേതുവിനും കൊടുത്ത് പല്ലവി അങ്ങനെ ആഘോഷിക്കുകയാണ്. ആ സമയം ശോഭ പറഞ്ഞു, ഒരു നിമിഷം എന്റെ ചങ്കുത്ത് കത്തിപ്പോയായിരുന്നു. വലിയൊരു ഡ്രാമയെ കളിക്കാൻ പോകുന്നത്, എങ്ങാനും എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തകരുമല്ലോ എന്ന് ഓർത്തിട്ട്. അതൊന്നും ഇല്ലമ്മേ, ഈ പല്ലവിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ പല്ലവി ഇതിന് ഇറങ്ങി തിരിച്ചെന്ന് ചോദിക്കാം. ശരിക്കും ഇപ്പോഴും ഒരു ശ്വാസം നേരെ വീണേ, കാരണം ഇന്ദ്രൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരാന്ന് പറയണേ. അതൊന്നും ഓർത്തിട്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറയാം. പിന്നീട് സേതുവിനോട് പറഞ്ഞു, മോനെ നീ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി കിട്ടോ എന്ന് പറയണം. അതത്രേ ഉള്ളു അമ്മയെന്ന് പറയണം. അങ്ങനെ ശോഭ അങ്ങോട്ട് തിരികുമ്പോഴത്തേനും പല്ലവിനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് തോണ്ടി സേതു. പെട്ടെന്ന് പല്ലവി അവിടെ കിടന്ന് ഇക്കിളി കിട്ടോ, എന്താ സേതുവേട്ടെന്ന് പറഞ്ഞ് ചാടുവാണ്. പോയ ശോഭ തിരിഞ്ഞിട്ട് ചോദിച്ചു, എന്താ നമ്മളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. നോക്കി കഴിയുമ്പോൾ പല്ലവി അവിടെ കിടന്ന് ചാടുന്നുണ്ടേ. അത് പിന്നെ ഒന്നുമില്ലമ്മേന്ന് പറയണ. ശോഭയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമുള്ളത്. ശോഭ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചങ്ങോട്ട് പോവാണ്. ഈ സേതുവേണ്ട ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി സേതുവിനെ കളിയാക്കുവാണ്. അന്നൊരു കേക്ക് എടുത്ത് തരാൻ പറഞ്ഞു. പിന്നെ കേക്കൊക്കെ വേണം, തന്നെ അങ്ങോട്ട് എടുത്താൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ അവർ സന്തോഷമായിട്ട് അവിടെ ഇരിക്കുക. ആ സമയത്ത് എന്തെന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുവാണ് വിശ്വം. അങ്ങനെ വിശ്വം വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും രാജലക്ഷ്മി അങ്ങോട്ട് ചെന്നു. രാജലക്ഷ്മി എന്നിട്ട് എടാ മോനെ എന്താ കാര്യങ്ങളൊക്കെ? എന്താവാനായിട്ട്? എടാ അവര് കേസൊന്നും കൊടുക്കാതെ വെറുതെ വിട്ടോന്ന് ചോദിക്കാം. എന്നിട്ടും വിശ്വം പറഞ്ഞു, ഞാൻ പറഞ്ഞു മാനസിക രോഗമുള്ള ആളാന്ന്, അതുകൊണ്ട് പിന്നെ അവര് കേസൊന്നും ചാർജ് ചെയ്തില്ല, വിട്ടെന്ന് പറയണം. ഇപ്പോഴൊരു സമാധാനമായത്, അവരൊന്നും ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല അല്ലേന്ന് ചോദിക്കണം. അത് കേട്ടപ്പോ എന്തിനും പറഞ്ഞു, എവിടെ അവരെന്നെ ഒന്നും ചെയ്തില്ല എന്ന് പറയണം. പിന്നെ ആ കിടക്കുന്നൊരു കസാര ഉണ്ടല്ലോ അമ്മേ, അപ്പൊ എന്നോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു പറയണം. ആണോ? അത്രേ ഉള്ളോ? അപ്പൊ അവര് നല്ല ആൾക്കാരല്ലേന്ന് ചോദിക്കണം. അതെ, നല്ല ആൾക്കാർ തന്നെയാ, പക്ഷെ ഒരു കാര്യമുണ്ട്, കസാര അവിടെ ഇല്ലായിരുന്നു മാത്രം, ഒരു സാങ്കല്പിക കസാരയാ, അത്തലിരുന്നോളാൻ എന്നോട് പറഞ്ഞേ. എന്റെ നടുവൊക്കെ കഴിച്ചു പൊട്ടിയമ്മേ, സാങ്കല്പിക കസാരയിൽ ഇരിക്കുന്ന കാര്യം ഒന്ന് ഓർത്തു വെക്കാൻ പറയണം. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുഞ്ഞിനെ അവരങ്ങനെ കഷ്ടപ്പെടുത്തിയോന്ന് ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മി. അത് മാത്രമാണോ, അവരെനിക്ക് കുടിക്കാൻ തന്ന എന്താന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പോലും പച്ചവെള്ളം കുടിക്കില്ല എന്ന് പറയണേ. എടാ അങ്ങനെയൊക്കെ ചെയ്തോടാന്ന് ചോദിക്കും. പിന്നല്ലാതെ പിന്നെ എൻ്റെ നഖത്തിനകത്തേക്ക് അവർ മുട്ടുസൂചി കയറ്റി വെക്കാൻ തുടങ്ങുന്ന സമയത്താണ് വിശ്വം വന്നത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയെന്ന് പറയാം. എല്ലാത്തിനും കാരണം ആ പല്ലവിയ, അവൾ മനഃപൂർവ്വം എനിക്കിട്ട് ഈ പണി തന്നാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയണം. രാജലക്ഷ്മി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ, ഇത് അവളും കൂടെ ചേർന്നിട്ടുള്ള നാടകമായിരിക്കുന്നു, അവളായിരിക്കും മിക്കവാറും ഇതിന്റെ പിന്നില്, അവളായിരിക്കും നിനക്കിട്ട് ഈ പണി തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലമ്മേ, എനിക്കിട്ട് പണി തന്ന ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, ഇന്ദ്രൻ ആരെന്ന് അറിയിച്ചു കൊടുക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പം രാജേഷ് പറഞ്ഞു, എടാ മോനെ, ഒരു പ്രശ്നം തീർന്നും കൂടെ വന്നോളൂ, ഇനി നീ അടുത്ത പ്രശ്നത്തിൽ പോയി തലയിടേണ്ട കാര്യമുണ്ടോ? വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ചോദിക്കാം. ഞാൻ ഉണ്ടാക്കുമേ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഈ ഇന്ദ്രൻ ആരാന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് വന്നേ, എന്നിട്ട് ഇപ്പൊ അവൾ എനിക്കെതിരെ തിരിയുവാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല, എനിക്കറിയണം അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടോ ഇല്ലയോ, അവൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോന്ന്, അതറിഞ്ഞിട്ടോ ബാക്കി കാര്യമുള്ളെന്ന് പറയണം. ഇതേട്ടൻ വിശ്വം പറഞ്ഞു, അതേട്ടാ, ഏട്ടൻ മര്യാദയ്ക്ക് വീട്ടിൽ കയറിയിരിക്കുന്നുണ്ടോ? ഇനി അടുത്ത പ്രശ്നമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലേക്കൊന്നും വരത്തില്ല, ഏട്ടനെ ഇറക്കാനെന്ന് പറയണം. ആരും വരണ്ടാ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നെ ചതിച്ചതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. എന്നെ വഞ്ചിച്ചിട്ട് അവൾക്ക് അവനോടൊപ്പം പോയി താമസിക്കാനായിരിക്കും മോഹം, അത് ഈ ഇന്ദ്രൻ ജീവിച്ചിരിക്കുകയും സമ്മതിക്കില്ല, ഇന്ദ്രൻ ആരാന്ന് അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വീണ്ടും വയലന്റ് ആവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.